കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 22 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ചെർളയിലും രവിപുരത്തും സസ്പെൻസ് കാൻഡിഡേറ്റ് വരുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. CMPക്ക് നൽകിയ ഒരു സീറ്റിൽ CMP ജില്ലാ സെക്രട്ടറി P. രാജേഷ് കോണം ഡിവിഷനിൽ മത്സരിക്കുമെന്നും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചെർളായി ഡിവിഷനും അതുപോലെ 10ാം ഡിവിഷൻ രവിപുരം ഡിവിഷനാണ്. 2 സീറ്റിലും അടുത്ത ദിവസം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിമാർ ഈ 2 ഡിവിഷനിലും ഉണ്ടാകും. അതൊരു സസ്പെൻസാണ്. അപ്പോൾ അതുകൊണ്ട് 62 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു. നമുക്ക് കുറേയധികം മുന്നേറാൻ കഴിയുമായിരുന്ന സാധ്യതകളെ ഇല്ലാതാക്കിയ 5 വർഷക്കാലം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാകുക. കൊച്ചിക്ക് കുറേ കൂടി ഒരു വികസന സ്വപ്നങ്ങളും സാധ്യതകളും ലോക നിലവാരത്തിൽ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തെ മാറ്റാൻ കഴിയാവുന്ന രീതിയിലേക്ക് വളരെ നല്ല രീതിയിൽ ഒരു കോർപ്പറേഷൻ്റെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് മത്സരിപ്പിക്കുന്ന ഈ സ്ഥാനാർത്ഥിമാർ അവർ വിജയിച്ചു വന്നാൽ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മുൻ ACP TK രത്നകുമാർ CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക. LDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എന്നാണ് ലഭിക്കുന്ന വിവരം. ജീവനൊടുക്കിയ കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് മേൽനോട്ടം